ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവ കൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ ഈ സൂപ്പർ റവ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള റവ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എത്ര സ്നാക്സ് ആണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് റവ ഇട്ട് കൊടുക്കുക. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവ എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിലുള്ള മൈദ കൂടിയാണ്. ഇനി നമുക്ക് സ്നാക്സിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മൈദ എത്രയാണോ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് പൊടിച്ച പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് 4 ഏലക്ക കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ റവ സ്നാക്സിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ട കൂടിയാണ്. ഇതിലേക്ക് നമുക്ക് ഇനി 1 ടീസ്പൂൺ അളവിലുള്ള ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയും മൈദയും കോഴിമുട്ടയും ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസുകളാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത്. ഈ ഒരു സ്നാക്സ് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. ഇപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കുക. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ റവ സ്നാക്സിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി നമുക്ക് ഇതിൽ നിന്നും ഓരോ ബോൾസ് ആയിട്ട് എടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഉന്നക്ക ഷേപ്പിലാണ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ എല്ലാ റവ സ്നാക്സും ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതാ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഓയിൽ ചൂടാക്കിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പിന്നെ ഉള്ളു കുക്കാകാതെ വരും. ഇനി നമുക്ക് ഓയിലിലേക്ക് ഓരോ സ്നാക്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്നാക്സിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റുമായിരിക്കും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പീസും വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.